വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. റമദാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇനി മുതൽ റമദാൻ സീരീസാണ് നമ്മുടെ റെസിപ്പീസ് എന്ന് പറയുന്നത്. റമദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്കാണിത്. മുട്ട ബോംബെന്നോ മുട്ട ബജി എന്നൊക്കെ ഇതിനെ നമുക്ക് വിളിക്കാം. ഈസിയാണ്, ആർക്കും ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറം ഭാഗവും അകത്ത് പുഴുങ്ങിയ മുട്ടയാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിനായിട്ട് ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും മുട്ട നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മുട്ടയുടെ കണക്കിലാണ് ബാക്കിയുള്ള എല്ലാ അളവും പറയുന്നത്. വെള്ളം ഒന്ന് അടുപ്പത്ത് ഒഴിച്ചതിന് ശേഷം ഞാൻ 5 മുട്ട സാധാരണ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഹാർഡ് ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. മുട്ട വെന്ത് കഴിഞ്ഞാൽ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മുട്ടയുടെ തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മേലെ ക്രാക്കോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത രീതിയിൽ മുട്ട പൊളിഞ്ഞ് വരിക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മുട്ട തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ എടുത്തിട്ട് കോൾഡ് വാട്ടറിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതായത് കടലപ്പൊടിയാണ്, ഗ്രാം ഫ്ലോർ. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ റോസ്റ്റഡ് റൈസ് ഫ്ലവർ, നമ്മൾ സാധാ പത്തിരിപ്പൊടിയില്ലേ അതിൻ്റെ റോസ്റ്റഡ് ആണ്, അത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ കശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. നല്ല കളറും ഉണ്ടാവും, എരിവും ആവശ്യത്തിനുള്ളത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തിക്കായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പാകത്തിലാക്കിയിട്ട് എടുക്കുക. നല്ല ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത്. ഈ ഒരു പാകത്തുനിന്ന് കുറച്ചും കൂടെ വെള്ളം വേണം തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആവണം ഇതിനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഞാൻ നേരത്തെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കോഴിമുട്ട പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പീൽ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള കോഴിമുട്ട നമുക്ക് ബാറ്ററിൽ ഇടുന്നതിന് മുന്നേ കുറച്ച് മൈദയിൽ ഒന്നൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. മൈദയോ കോൺഫ്ലോറോ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിൽ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയോ അതല്ല പ്രോപ്പറായിട്ട് കോട്ടാവാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ നിങ്ങളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശേഷമാണ് ഈ ഒരു മസാലയിൽ ഇത് മുക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈവണായിട്ട് നിങ്ങൾക്ക് കോട്ടായിട്ട് കിട്ടും. ഇങ്ങനെ ഒരു ഭാഗത്ത് കോട്ടാവാതെ നിൽക്കുക അല്ലെങ്കിൽ മുട്ടൻ്റെ മേലെ നിന്ന് ഒഴിഞ്ഞു പോവുക അങ്ങനെ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എഗ് ബജി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ബാക്കിയുള്ള എല്ലാ മുട്ടകളും ഇതേ രീതിയിൽ തന്നെ മൈദയിൽ കോട്ട് ചെയ്ത് അതിനുശേഷം നമ്മുടെ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കേണ്ടത്. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ മുട്ടയെല്ലാം വെന്തിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ആ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആവണം, അതൊന്ന് വെന്ത് കിട്ടണം, അത്ര സമയം മാത്രം മതി. ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഈവണായിട്ട് നമുക്ക് ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുക. ആ രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് കോരിയെടുക്കാം. ഇതിന് സൈഡായിട്ട് നിങ്ങൾക്ക് മിൻ ചട്നിയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി മുറിച്ചിട്ടിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയും വിനാഗിറൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഡിപ്പാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. വെറും കെച്ചപ്പ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ളൊരു ഡിപ്പ് നിങ്ങൾ ഇതിനോട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ബജി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക എന്നുള്ളത്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റഫിങ്ങും കൊടുക്കാം കേട്ടോ. എഗ്ഗിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള വേറെയും റെസിപ്പീസ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.